സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് കേരളിന് പക്ഷേ കേരളത്തിൽ വിധിയില്ല എന്നുള്ളതാണ്. ഓർമ്മയില്ലേ ആ ചർച്ചകളും വിവാദങ്ങളും അപ്പം ട്രോളുകളുമെല്ലാം? VD സർക്കാർ അധികാരത്തിലേറിയതോടെ ആ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ മഞ്ഞക്കുറ്റിയും DPRും എല്ലാം പഴങ്കഥയാകുകയാണ്. സിൽവർ ലൈൻ കേരയിൽ പദ്ധതിക്കെതിരെ അന്ന് വലിയ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ അതിവേഗ പാത എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിന്നു LDF സർക്കാർ. കേരയിൽ റദ്ദാക്കിയ നടപടിയിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച കേരയിൽ പദ്ധതി ഒടുവിൽ പുതിയ സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു അതിവേഗ പാത വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കേരയിൽ റദ്ദാക്കിയ ഈ തീരുമാനത്തോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പറയും ജനങ്ങൾ ഇത്രയും കൊല്ലം LDF ഗവൺമെന്റിലായി. ഇപ്പോൾ UDF ഗവൺമെന്റ് വന്നപ്പോൾ നടക്കാത്ത കാര്യം നടക്കൂലെന്ന് തന്നെ പറഞ്ഞ് അതുള്ളതല്ലേ, അതിനെ കൊണ്ടൊരു ഗുണമില്ല. അതിന് നടപ്പിലാവൂലല്ലോ. എന്തുകൊണ്ട് അതിനുള്ള ആ പദ്ധതി വരാനുള്ള ഒരു ഇവിടെ ഇല്ല. വികസനങ്ങള് ജനങ്ങളുടെ എന്താ പറയാ സമാധാനം തകർത്തിട്ടല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് അന്നേ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, അന്നേ പ്രതിപക്ഷം അതിനെതിരായിരുന്നു. ഇപ്പൊ പുതിയ സർക്കാർ അവരും തിരിച്ചു വന്നപ്പോൾ റദ്ദാക്കി ജനവികാരം മനസ്സിലാക്കി ജനങ്ങളുടെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് അത്രയും ദൂരം സഞ്ചരിച്ചെത്താൻ വേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് കേരളത്തിൽ. അതുകൊണ്ട് ക്യാൻസലാക്കിയ പദ്ധതിനെ അനുകൂലിക്കുന്നില്ല, ക്യാൻസലാക്കണ്ടെന്നാണ് അഭിപ്രായം. ജനങ്ങളെ ഒരു മുന്നറിയിപ്പില്ല. ജനങ്ങളെ വീട്ടിൽ കുറ്റിയടിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമോ? പൗരപ്രമുഖന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെ മുൻനിർത്തിയിട്ട് ഓരോ വീട്ടിൽ കുറ്റിയടിക്കുക. അതുകൊണ്ടാണ് ജനങ്ങൾ തള്ളിയത്. കാരണം ഒരുപാട് പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമല്ലേ. കാരണം അതിന് പരിഹാരമായിട്ട് ഒരുപാട് വേറെ മാർഗങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇതന്നെ വേണമെന്നില്ലല്ലോ. അതായത് സാധാരണ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് എത്രയോ വർഷമായി. ഇപ്പം നമ്മളെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി തന്നെ അവർക്ക് സ്ഥലം വെക്കാൻ പറ്റില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ എന്നോ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ് ആ സിൽവർ കുറ്റി അവർ നിർത്തിയെറിഞ്ഞതിൽ. അത് അനുകൂലിക്കില്ല, യോജിക്ക്. ഇപ്പോൾ വേണ്ടാന്നുള്ള കണക്ക് തന്നെയാണ്. വരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് എല്ലാം കൂടി നോക്കിയിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ ആൾക്കാരും എതിർപ്പ് വരുമ്പോൾ പിന്നെ വേണ്ടാന്നുള്ള കണക്ക് തന്നെയാണ്. അത് വേണമെന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. അല്ല, എന്തൊരു വികസനം വരണമെങ്കിലും അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ട്രാഫിക് ജാമും കാര്യങ്ങളുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ സ്ഥലങ്ങളിലേക്ക് പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ആയാലും തിരിച്ചങ്ങോട്ടായാലും എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളതാണ് കാര്യം. ഒരു കണക്കിന് നല്ല കാര്യമാണ്, ഒരു കണക്കിന് തെറ്റുണ്ടായില്ലേ, രണ്ടും ഉണ്ടായില്ലേ. ഒരു കണക്കിന് നല്ല കാര്യമുണ്ട്, ഒരു കണക്കിന് തെറ്റുണ്ട്. ഭൂമി കുറേ പോവും. കാരണം അത് ജനങ്ങൾ ഉപദ്രവിക്കുന്നൊരു പാതയാണ്. മാത്രമല്ല സ്ഥലങ്ങൾ എത്രയോ നഷ്ടപ്പെടുന്നുണ്ട്. രീതിയുള്ള പാതകളൊക്കെ ആവശ്യമാണ്. കാരണം ഗൾഫിലൊക്കെ 6 വരിപ്പാത 8 വരിപ്പാത വരെയുണ്ട്. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ തരക്ക് ഈ കല്ലിട്ടത് വളരെയധികം ഉപദ്രവമുണ്ടായിരുന്നു. വലിയൊരു മണ്ടത്തരായിട്ട് തന്നെ തോന്നുന്നു. കാരണം ദീർഘകാലത്തെ ഗവൺമെൻറ് ഒരു LDF ഗവൺമെൻറ് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് മാറി വരുമ്പോൾ പ്രദേശത്തെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നല്ല ഉചിതമായ തീരുമാനമല്ല എന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. കാരണം എത്രയോ പാവങ്ങളെ കുടിൽ നഷ്ടപ്പെടുന്നതും അങ്ങനത്തെ എല്ലാം വളരെ പ്രയാസങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കിയ തീരുമാനത്തോട് അനുകൂലമായി തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും പ്രതികരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി കേരളത്തിന് ആവശ്യമാണ്. ഇത് നടപ്പാക്കേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.